ഹലോ ഫ്രണ്ട്സ്, DreamBakes Delightsലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ബേക്കിംഗ് ആൻഡ് കേക്ക് ഡെക്കറേഷൻ ബേസിക്സിന്റെ രണ്ടാമത്തെ എപ്പിസോഡാണ് ഇന്ന് നമ്മൾ കാണുന്നത് എങ്ങനെയാണ് വിപ്പിംഗ് ക്രീം ഒക്കെ നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ ബീറ്റ് ചെയ്തെടുക്കുന്നതാണ്. പലരുടെയും ഒരു പ്രശ്നമാണ്. കാരണം ബേക്കിംഗ് അറിയാം, കേക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം, പക്ഷെ അതൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് അതൊന്ന് പ്രസന്റ് ചെയ്യാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട്. പലരും കംപ്ലൈന്റ് പറയുന്നതാണ് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്യുമ്പോൾ ആ കറക്റ്റ് ഒരു കൺസിസ്റ്റൻസി കിട്ടുന്നില്ല, ഒന്നെങ്കിൽ ഒത്തിരി അങ്ങ് തിക്കായി പോകുന്നു, അപ്പോൾ ഒരു സ്മൂത്ത് ഫിനിഷ് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ലൂസ് ആയി പോകുന്നു, അതുകൊണ്ട് അങ്ങനെ ഫ്ലവേഴ്സ് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണിത്. സാധാരണയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ഈ മക്ടോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ് വിപ്പിംഗ് ക്രീം. പല ബ്രാൻഡ് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇതൊരു നോൺ ഡയറി പ്രോഡക്റ്റ് ആണ്. ഇതിൻ്റെ ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1 വർഷത്തോളം ഉണ്ട്. അപ്പോൾ നമ്മളിത് വാങ്ങിച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്നു. എന്നിട്ട് ഇത് പൊട്ടിച്ചതിന് ശേഷം ഇത് ഒരാഴ്ചയ്ക്കുള്ളിൽ യൂസ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ നമുക്ക് സൂക്ഷിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സാധാരണ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ ഒരു നല്ല അടപ്പുള്ള നല്ലൊരു കുപ്പിയിലേക്ക് മാറ്റിയിട്ട് ഇതിനെ ബാക്കി ഫ്രീസറിലാണ് സൂക്ഷിക്കുന്നത്. പൊട്ടിച്ച പാക്കറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ കുറേ നാളത്തേക്ക് സൂക്ഷിച്ചാൽ അത് ചീത്തയായി പോകും. അതുകൊണ്ട് ലെഫ്റ്റ് ഓവർ എപ്പോഴും ഫ്രീസറിൽ സൂക്ഷിക്കുക. പിന്നെ ആവശ്യം വരുമ്പോൾ നമ്മളിതിനെ പുറത്തെടുത്ത് വെച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ റൂം ടെമ്പറേച്ചറിലാകുമല്ലോ, അതിനുശേഷം വേണം ബീറ്റ് ചെയ്ത് പിന്നെയും ക്രീം റെഡിയാക്കാനായിട്ട്. പിന്നെ ഈ ബ്രാൻഡിൽ ഇത് ശരിക്കും പറഞ്ഞാൽ മധുരം ഉള്ള ടൈപ്പാണ്. ഇതിന് ആവശ്യത്തിനുള്ള ഷുഗർ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ചില ബ്രാൻഡ് മധുരമില്ലാത്ത ടൈപ്പുണ്ട്. അപ്പോൾ അത് ആണ് നിങ്ങൾ വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് ആവശ്യമുള്ളത്രയും ഷുഗർ നമ്മൾ എടുക്കുന്ന ക്രീമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കും. അത് പൊടിച്ച പഞ്ചസാര ഇട്ട് ഇളക്കി കറക്റ്റ് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് എത്തിക്കാമല്ലോ. അതിനുശേഷം നമ്മളിതിനെ വിപ്പ് ചെയ്യണം. വിപ്പ് ചെയ്യാനായിട്ട് സ്റ്റാൻഡ് മിക്സർ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഹാൻഡ് മിക്സർ യൂസ് ചെയ്യാം. പലരും എന്നോട് ചോദിച്ചിട്ടുണ്ട് ഏത് മെഷീനാണ്, സ്റ്റാൻഡ് മിക്സറിലാണെങ്കിലും ഹാൻഡ് മിക്സറിലാണെങ്കിലും ഏതാണ് ഏറ്റവും നല്ല മെഷീൻ എന്നൊക്കെ ചോദിക്കാറുണ്ട്. എന്തായാലും ഞാൻ യൂസ് ചെയ്യുന്നത് കിച്ചണൈഡാണ്. നല്ല പവർഫുൾ മെഷീനാണ്. സ്റ്റാൻഡ് മിക്സറിൽ സാധാരണ നമുക്ക് 3 അറ്റാച്ച്മെന്റ് ആണ് വരുന്നത്. ഇത് ബൾബ് അറ്റാച്ച്മെന്റ് എന്ന് പറയും, ഇത് പെഡൽ അറ്റാച്ച്മെന്റ്, ആൻഡ് ഇത് ഹുക്ക് അറ്റാച്ച്മെന്റ്. ഈ ബൾബ് അറ്റാച്ച്മെന്റ് നമുക്ക് നല്ല ഫ്ലഫി ആയിട്ടുള്ള ബീറ്റിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ബൾബ് അറ്റാച്ച്മെന്റ് യൂസ് ചെയ്യുന്നത്. എഗ് വൈറ്റ് ബീറ്റ് ചെയ്യാം, പിന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ ബൾബ് അറ്റാച്ച്മെന്റ് യൂസ് ചെയ്യുന്നു. ഇത് പെഡൽ അറ്റാച്ച്മെന്റ് ആണെങ്കിൽ നമ്മൾ ബട്ടർ, ഷുഗർ ഇതൊക്കെ മിക്സ് ചെയ്യാനായിട്ട് ഒക്കെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. സാധാരണ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്നതാണ് പെഡൽ അറ്റാച്ച്മെന്റ്. ഇനി ഇത് ഹുക്ക് അറ്റാച്ച്മെന്റ് ആണ്. ഇത് തിക്ക് ഡോ, അതായത് പിസയുടെ ഡോ അല്ലെങ്കിൽ ചപ്പാത്തിയുടെ മിക്സ്, ബ്രെഡിൻ്റെ മിക്സ്, അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഹുക്ക് അറ്റാച്ച്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. നമ്മൾ ഹുക്ക് അറ്റാച്ച്മെൻറ്റ് യൂസ് ചെയ്യുമ്പോൾ സ്പീഡ് 1-2 അതിലേ ഇടാവുള്ളൂ, ഹൈ സ്പീഡിൽ ഇടരുത്. ഇതൊക്കെ നമുക്ക് ഹൈ സ്പീഡ് തൊട്ട് ലോ സ്പീഡ് ഏത് സ്പീഡിൽ യൂസ് ചെയ്യുന്നതിനും കുഴപ്പമില്ല. ഇതാണ് ഹാൻഡ് മിക്സർ. ഈ ഹാൻഡ് മിക്സർ ഇതിപ്പം ബ്ലാക്ക് ആൻഡ് ഡെക്കറിൻ്റെ ആണ്. ഈ ഹാൻഡ് മിക്സർ തന്നെ ഒരു സ്റ്റാൻഡിൽ അറ്റാച്ച്ഡ് ആയിട്ട് വരുന്ന ടൈപ്പും ഉണ്ട് മാർക്കറ്റിൽ. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കയ്യിൽ ഇങ്ങനെ പിടിക്കേണ്ട എന്നുള്ളൊരു ഗുണമുണ്ട്. ഇതിൽ വരുന്നത് 2 അറ്റാച്ച്മെൻ്റ് ആണ്, 2 ടൈപ്പ്. ഇതാണ് ഈ ഹുക്ക് അറ്റാച്ച്മെൻറ്റിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ചപ്പാത്തിയുടെ മാവൊക്കെ കുഴയ്ക്കാനായിട്ടാണ് ഇത്. പിന്നെ ഈ ബൾബ് അറ്റാച്ച്മെന്റ്, ഈ 2 ഫംഗ്ഷനും ഇതിന് ഒറ്റൊരു അറ്റാച്ച്മെന്റേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹാൻഡ് മിക്സർ ഉള്ളവർ മുട്ട പതിപ്പിക്കാനും ബട്ടറും ഷുഗറും ബീറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യേണ്ടത് ഈ അറ്റാച്ച്മെന്റ് ആണ്. പിന്നെ ഈ മെഷീൻ വാങ്ങിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പവർഫുൾ ആയിട്ടുള്ള മെഷീൻ വാങ്ങിക്കുക. തീരെ ലൈറ്റ് ആയിട്ടുള്ളത് വാങ്ങിച്ചാൽ നമ്മൾ ഒത്തിരി നേരം നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. കുറച്ച് ഹെവി ആയിട്ടുള്ള നല്ല പവർഫുൾ ആയിട്ടുള്ള മെഷീൻ മേടിക്കുക. പിന്നെ ഇതിൻ്റെ ബ്ലേഡ്, ഈ ബ്ലേഡ് ഇങ്ങനത്തെ ഷാർപ്പ് ഇതുണ്ടോ, ഈ പരന്നിരിക്കുന്ന ടൈപ്പ് ബ്ലേഡ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പതഞ്ഞ് കിട്ടും. ഇനി അല്ല, ചിലതിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെ ഇരിക്കും, ഉരുണ്ടിരിക്കുന്ന കമ്പികളായിരിക്കും ഇതിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ എനിക്ക് ആദ്യം അങ്ങനത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളൊരു 10 മിനിറ്റ് മിക്സ് ചെയ്യുന്ന സമയം കൊണ്ട് ഇതിലൊരു 5 മിനിറ്റ് കൊണ്ട് നമുക്കിത് പെട്ടെന്ന് കിട്ടും. ഇത് മേടിക്കുമ്പോൾ ഇങ്ങനത്തെ പരന്ന ഒരു ബ്ലേഡ് ഉള്ള ടൈപ്പ് നോക്കി മേടിക്കാം. ഹാൻഡ് മിക്സർ ഉപയോഗിച്ചാലും സ്റ്റാൻഡ് മിക്സർ ഉപയോഗിച്ചാലും നമുക്ക് വിപ്പിംഗ് ക്രീം നന്നായിട്ട് വിപ്പ് ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് കാണാം. വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ഏകദേശം ഒരു 1 കിലോ കേക്ക് ചെയ്യാനായിട്ട് നമുക്കൊരു 300 ഗ്രാം വിപ്പിംഗ് ക്രീം മതിയാവും. അപ്പം ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓൾറെഡി ഇതിൽ മധുരം ഉള്ള ടൈപ്പ് ആയതുകൊണ്ട് ഞാൻ ഇതിൽ എക്സ്ട്രാ മധുരം ആഡ് ചെയ്തിട്ടില്ല. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മധുരം ആഡ് ചെയ്യാം. അപ്പോൾ പൊടിച്ച പഞ്ചസാര ചുമ്മാ ഇട്ട് ഇളക്കി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മളിതിനെ ബീറ്റ് ചെയ്യണം. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു നല്ലൊരു കൺസിസ്റ്റൻസി കിട്ടാനായിട്ട് എപ്പോഴും 100 ഗ്രാമിന് 1 ടേബിൾ സ്പൂൺ എന്ന കണക്കിൽ ഐസിങ് ഷുഗർ ആഡ് ചെയ്തിരുന്നു.
ഐസിങ് ഷുഗറും പൊടിച്ച പഞ്ചസാരയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഐസിങ് ഷുഗറിനകത്ത് കോൺ സ്റ്റാർച്ച് ഒക്കെ ആഡ് ചെയ്ത് വരുന്നതായതുകൊണ്ട് ഇത് നമ്മൾ ആഡ് ചെയ്തിട്ട് ബീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ഒരു തിക്ക് ക്രീം കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് ഏകദേശം 3 ടേബിൾ സ്പൂണോളം ഐസിങ് ഷുഗർ ആഡ് ചെയ്യാണ്. ഞാൻ ഹാൻഡ് മിക്സറാണ് യൂസ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം എപ്പോഴും ഹൈ സ്പീഡിൽ ചെയ്യാതെ ലോ സ്പീഡിൽ നമ്മൾ ബീറ്റ് ചെയ്യണം. അപ്പോൾ ബീറ്റ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഈ ബൗളും കൂടെ നമ്മൾ തിരിച്ചു കൊടുക്കണം നന്നായിട്ട് ബീറ്റ് ചെയ്യാനായിട്ട്. അതിട്ട് ഒരേ ഡയറക്ഷനിൽ വേണം. ഇപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ലോ സ്പീഡിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഇത് തിക്കായി വരുന്നുണ്ട്. ഈ വിപ്പിംഗ് ക്രീം നമ്മൾ വിപ്പ് ചെയ്യുമ്പം അത് 3 കൺസിസ്റ്റൻസിയാണ് നമ്മൾ പറയുന്നത്: തിൻ, മീഡിയം, തിക്ക്. ഇപ്പം തിൻ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഇപ്പം മാംഗോ ചീസ് കേക്ക് ഒക്കെ ഉണ്ടാക്കിയ വീഡിയോയിൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ വിപ്പിംഗ് ക്രീം ചീസുമായിട്ട് നമ്മൾ മിക്സ് ചെയ്യുവാണ്. അപ്പം ചീസും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്യേണ്ട സമയത്ത് അല്ലെങ്കിൽ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ ഒക്കെ നമ്മൾ ഇതങ്ങോട്ട് നല്ല തിക്കായിട്ട് ഒരിക്കലും വിപ്പ് ചെയ്യരുത്. നമ്മൾ എപ്പോഴും തിന്നായിട്ട് വേണം ചെയ്യാനായിട്ട്. അതായത് ഇത് ലൂസായിരിക്കും. ഇതിനെക്കാട്ടിലും കുറച്ചുകൂടി തിക്നെസ് വേണം, കാണിച്ചില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നന്നായിട്ട് അത് മിക്സ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ തിൻ കൺസിസ്റ്റൻസി നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിപ്പോൾ തിൻ കൺസിസ്റ്റൻസിയാണ്. അതായത് ഞാനിങ്ങനെ ഇത് പൊക്കുമ്പോഴേക്കും ഈ പീക്ക് ഇങ്ങനെ വന്നിട്ട് അതുപോലെ തന്നെ അങ്ങ് ഫോൾഡ് ചെയ്ത് പോവാം. കണ്ടോ? അപ്പം ഈ ഒരു തിൻ കൺസിസ്റ്റൻസിയാണ് നമുക്ക് പുഡിംഗ് ഉണ്ടാക്കുമ്പോഴും പറഞ്ഞാൽ ചീസ് കേക്ക് ഉണ്ടാക്കുമ്പോഴും ഒക്കെ വേണ്ടത്. അപ്പം ഞാനത് കുറച്ചെടുത്ത് മാറ്റി വെക്കണം. ആ വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും തിക്നെസ്സേ ഉള്ളൂ. ഇതാണ് തിൻ കൺസിസ്റ്റൻസി. ഇനി ഇതിനെ നമ്മൾ കുറച്ചുകൂടെ അടിച്ചു കഴിയുമ്പോൾ കുറച്ചുകൂടെ ഒരു സ്റ്റിഫ് ആയിട്ട് വരും. അപ്പോൾ ഇത് നോക്കിയാൽ ഇതിപ്പോൾ നമ്മൾ കുറച്ചുകൂടെ തിൻ കൺസിസ്റ്റൻസിയിൽ നമ്മൾ കുറച്ചുകൂടെ ബീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ പീക്ക് ഇങ്ങനെ വരുന്ന ഇത് പൊക്കിയതിന് ശേഷം വരുന്ന ആ പീക്ക് നേരത്തെ അത്രയും സോഫ്റ്റ് ആയിട്ട് അങ്ങ് വീഴുന്നില്ല. കുറച്ച് നിന്നിട്ടാണ് ഫോൾഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മളുടെ മീഡിയം കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കേക്കിന് ഐസ് ചെയ്യുന്ന സമയത്തും ഒക്കെ നമുക്ക് ഈ മീഡിയം കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഇനി നമ്മൾ കുറച്ചുകൂടെ ഇതിനെ ബീറ്റ് ചെയ്താൽ നമുക്കൊരു സ്റ്റിഫ് കൺസിസ്റ്റൻസി ആയിട്ട് കിട്ടും. അപ്പോൾ അത് ആ പീക്ക് അങ്ങ് ഫോം ചെയ്തിട്ട് അവിടെ തന്നെ നിൽക്കും. അങ്ങനത്തെ ആ കൺസിസ്റ്റൻസിയിൽ എത്തിക്കുമ്പോൾ ആ ക്രീം കൊണ്ട് നമുക്ക് നല്ല റോസെറ്റ്സും ഒക്കെ കപ്പ് കേക്ക് ഡെക്കറേറ്റ് ചെയ്യാനും, ഇപ്പോൾ കേക്കിനാണെങ്കിലും നമ്മൾ പുറത്തൊക്കെ ഓരോ പൈപ്പിംഗ് ചെയ്യുമ്പോഴൊക്കെ നല്ല ഷേപ്പിൽ കിട്ടാനായിട്ടാണ് നമ്മൾ ഈ തിക്ക് കൺസിസ്റ്റൻസി യൂസ് ചെയ്യുന്നത്. ഡിഫറൻസ് കണ്ടോ? ആ പീക്ക് അത് പോകുന്നില്ല, ഫോം ചെയ്തിട്ട് അവിടെ തന്നെ നിൽക്കുകയാണ്. അതിങ്ങനെ ഫോൾ ഡൗൺ ചെയ്യുന്നില്ല. അപ്പോൾ ഇതാണ് സ്റ്റിഫ് കൺസിസ്റ്റൻസി അല്ലെങ്കിൽ തിക്ക് കൺസിസ്റ്റൻസി. അപ്പോൾ ഇതിൽ നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാം. നമ്മൾ 3 ഡിഫറെൻറ്റ് തരത്തിലുള്ള കൺസിസ്റ്റൻസിയിൽ വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് തിൻ കൺസിസ്റ്റൻസി, ആ പീക്ക് അതുപോലെ തന്നെ ഫോൾ ഡൗൺ ചെയ്യുന്നു. ഇത് മീഡിയം കൺസിസ്റ്റൻസി, പീക്ക് ഫോം ചെയ്യുന്നുണ്ട്, പക്ഷെ അത് പതുക്കെ അതിൻ്റെ എൻഡ് പാർട്ട് മാത്രം ഫോൾഡ് ചെയ്യുന്നു. കണ്ടോ? ഇനി ഇത് തിക്ക് കൺസിസ്റ്റൻസി, അത് ആ ഫോം ചെയ്ത പീക്ക് അതുപോലെ തന്നെ നിൽക്കും. അപ്പം നമുക്ക് നമ്മളുടെ ഡെക്കറേഷൻ ടൈമിൽ നമുക്ക് നല്ല റിസൾട്ട് കിട്ടാനായിട്ട് നമ്മൾ ഒരിക്കലും തിൻ കൺസിസ്റ്റൻസി ഉള്ള ഐസിങ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പം നമുക്ക് നല്ല ഫ്ലവേഴ്സോ നല്ല ബോർഡേഴ്സോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുപോലെ തന്നെ തിക്കായിട്ടുള്ള അല്ലെങ്കിൽ സ്റ്റിഫായിട്ടുള്ള ഐസിങ് വെച്ച് നമ്മൾ കേക്കിനെ ഐസ് ചെയ്യാൻ ശ്രമിക്കരുത്. അപ്പോൾ നമുക്ക് നല്ല സ്മൂത്ത് ഫിനിഷ് കിട്ടില്ല. അപ്പോൾ ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. ഈ മീഡിയം കൺസിസ്റ്റൻസി വെച്ച് വേണം ഐസിങ് ചെയ്യാനായിട്ട്. തിക്ക് കൺസിസ്റ്റൻസി വെച്ചിട്ട് വേണം ഫ്ലവേഴ്സും ബോർഡേഴ്സും ഒക്കെ ചെയ്യാനായിട്ട്. തിന്നായിട്ടുള്ള കൺസിസ്റ്റൻസി ഐസിങ് വെച്ചിട്ട് വേണം നമ്മൾ ചീസും ഒക്കെ ആയിട്ട് മിക്സ് ചെയ്യാനൊക്കെ ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഐസിങ്ങിനെ എങ്ങനെയാണ് കളർ ചെയ്തതെന്ന് നോക്കാം. ഈ ഐസിങ്ങിനെ കളർ ചെയ്യാനായിട്ട് ചിലർ ഈ ലിക്വിഡ് ഫുഡ് കളർ യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ നമ്മൾ സ്റ്റിഫായിട്ട് എടുത്ത ക്രീമിലേക്ക് നമ്മൾ കളറൊക്കെ ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ലൂസായി പോകും. അപ്പോൾ അതുകൊണ്ട് ഈ ലിക്വിഡ് കളേഴ്സ് അല്ല നമ്മൾ ക്രീമിന് ആഡ് ചെയ്യുന്നത്.
ജെൽ കളേഴ്സ് എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും മാർക്കറ്റിൽ, ജെൽ കളേഴ്സ്. അപ്പോൾ ഇത് നല്ല തിക്കാണ്. അത് ഒരു ടൂത്ത് പിക്ക് വല്ലതും എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് കുറച്ച് മതി, കുറച്ചുണ്ടെങ്കിൽ തന്നെ നമുക്ക് നന്നായിട്ട് കളർ ചെയ്യാൻ പറ്റും. ഇത്ര എടുക്കുക, എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ഇടുക. എന്നിട്ട് ഇതിനെ നമുക്ക് ഒരു സ്പാറ്റുല വെള്ളം വെച്ച് ഇങ്ങനെ ഒന്ന് കളർ ചെയ്തെടുക്കാം. കുറച്ച് കളർ മതി നമുക്ക് ക്രീമിനെ കളർ ചെയ്യാനായിട്ട്. ഒരു ലൈറ്റ് ബേബി ഓറഞ്ച് കളറായിട്ടുണ്ട്. ഇനിയും കളർ ആഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അടുത്ത ടൂത്ത് പിക്ക് എടുക്കുക, ഇതുപോലെ തന്നെ എക്സ്ട്രാ എടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ റെഡിയാക്കി കളറൊക്കെ ചെയ്ത ക്രീം നമുക്ക് ലെഫ്റ്റ് ഓവർ ആകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിന് നന്നായിട്ട് ക്ലിംഗ് റാപ്പ് ചെയ്ത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഒരു 3 ദിവസം, അതിൽ കൂടുതൽ നമ്മൾ യൂസ് ചെയ്യരുത്. 3 ദിവസത്തോളം നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് ആവശ്യമുള്ള സമയത്ത് പുറത്തെടുത്ത് ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് പിന്നെ യൂസ് ചെയ്യാം. അപ്പോൾ രണ്ടാമത് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ പിന്നെ നന്നായിട്ട് ഒന്നുകൂടി ഇതിനെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ട്, അല്ലെങ്കിൽ അതിനകത്ത് എയർ ബബിളൊക്കെ ഭയങ്കരമായിട്ട് കാണും. അപ്പോൾ ഇത് കപ്ലർ എന്ന് പറയും. കപ്ലർ എന്തിനാന്ന് വെച്ചാൽ നമ്മളിപ്പം ഈ കളറിലുള്ള ഒരു ക്രീം നമ്മൾ ഈ ബാഗിൽ ആഡ് ചെയ്തു. അപ്പോൾ നമുക്ക് ഡിസൈൻസ് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ നോസിൽ പെട്ടെന്ന് ഊരി മാറ്റാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കപ്ലർ യൂസ് ചെയ്യുന്നത്. കപ്ലർ ഇടാനായിട്ട് നമ്മൾ ഈ ബാഗിലേക്ക് കപ്ലർ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കപ്ലറിന് 2 ഭാഗമാണുള്ളത്, ഈ ഭാഗവും ഇതും. അപ്പോൾ ഈ ഭാഗത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്യുമ്പോൾ ഈ ഭാഗം നമ്മളിങ്ങനെ ഒരു മാർക്ക് ഉണ്ടാക്കിയെടുക്കുക. ഇവിടെ ഈ മാർക്കിന് തൊട്ട് മുമ്പിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. എന്നിട്ട് പിന്നെ ഇതിനെ ഇങ്ങോട്ട് പുഷ് ചെയ്ത് കൊണ്ടുവരിക. ഇനി നമുക്ക് ഏത് നോസിലാണോ വേണ്ടത്, ഇത് സ്റ്റാർ നോസിലാണ്. ഓരോ നോസിലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇത് സ്റ്റാർ നോസിലാണ്. ഈ നോസിൽ ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ ലോക്ക് വെച്ചത് ലോക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബാഗ് റെഡിയാണ്. ഇനി ഈ ബാഗിലേക്ക് നമുക്ക് ഈ ക്രീം ഫില്ല് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പിടിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടെങ്കിൽ ഗ്ലാസ്സിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പിടിക്കാം. എന്നിട്ട് നമ്മുടെ ഈ ക്രീം നമ്മളിതിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു. ഇവിടെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഈ ഫിംഗർ വെച്ച് ലോക്ക് ചെയ്ത് ഇങ്ങനെയാണ് നമ്മൾ പിടിക്കേണ്ടത്. ഇങ്ങനെയാണ് നമ്മൾ പൈപ്പിംഗ് ബാഗ് സെറ്റ് ചെയ്യുന്നത്. ഇനി പൈപ്പിംഗ് ടെക്നിക്സ് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ഡിസൈനും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അടുത്ത എപ്പിസോഡിലുണ്ടായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോസൊക്കെ പ്രയോജനപ്പെടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ഇതേ ഇൻട്രസ്റ്റ് ഉള്ളവർക്കൊക്കെ നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി.